പ്രധാന അധ്യാപകർ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു റൂളാണ് 115. ശരിക്കും പറയുകയാണെങ്കിൽ ഇത് പ്രധാന അധ്യാപകരോടല്ല പറഞ്ഞത്, മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്ന ഡോക്ടർമാരോടാണ് പറഞ്ഞത്. ഏതെങ്കിലും ഒരു ജീവനക്കാരൻ ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, രോഗം കാരണം മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നിങ്ങളോട് ഒരു ഡോക്ടറോട് ആവശ്യപ്പെട്ടു. അയാൾ പരിശോധിച്ചപ്പോൾ ഇദ്ദേഹം ഒരു പെർമനന്റ്ലി ക്യൂർ ആവാത്ത ഒരു അസുഖത്തിന് വിധേയമാണ് എങ്കിൽ ലീവ് എടുക്കുന്നതിന് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പാടില്ല എന്നാണ് 115 പറഞ്ഞിട്ടുള്ളത്. എങ്ങനെ? ഒരു ജീവനക്കാരന് ഡോക്ടർ പരിശോധിച്ചപ്പോൾ ഇദ്ദേഹത്തിന്റെ അസുഖം ക്യൂറബിൾ അല്ല, ഇദ്ദേഹത്തിന്റെ ഡ്യൂട്ടി കൃത്യമായി നിർവഹിക്കാൻ പ്രാപ്തനല്ല എന്ന് കാണുകയാണെങ്കിൽ പറയൂ, നിത്യരോഗിയായിട്ടുള്ള ഒരാൾക്ക് അയാൾക്ക് ലീവ് എടുക്കാനുള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പാടില്ല. പകരം എന്ത് വേണം? പെർമനന്റ്ലി അൺഫിറ്റ് ആണെന്നുള്ള സർട്ടിഫിക്കറ്റ് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. അങ്ങനെ പെർമനന്റ്ലി അൺഫിറ്റ് ആണെന്നുള്ള സർട്ടിഫിക്കറ്റ് കിട്ടുന്ന ദിവസം മുതൽ അദ്ദേഹം ഇൻവാലിഡ് പെൻഷനിൽ പിരിഞ്ഞതായി കണക്കാക്കും എന്നാണ് നിയമം. നമ്മൾ അറിഞ്ഞു വെക്കണം, അതാണ് നിയമം. സാധാരണഗതിയിൽ റൂൾ 117 താഴെയുള്ള ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ആണ് ലീവിന് വേണ്ടി ഹാജരാക്കേണ്ടത്. പല ഡോക്ടർമാരും അവർക്ക് ഇഷ്ടാനുസരണം, പ്രത്യേകിച്ച് ചില ആശുപത്രികളിൽ നിന്ന് നൽകുന്ന മെഡിക്കൽ സർട്ടിഫിക്കറ്റ് 117 താഴെ ഉള്ളതല്ല. അങ്ങനെയുള്ള ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഒരു കാരണവശാലും സ്വീകരിക്കാൻ പാടില്ല. സ്വീകരിക്കേണ്ട മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഈ മാതൃകയിലുള്ളതാണ്. അതിന്റെ ചിലപ്പോൾ സിഗ്നേച്ചർ ആപ്ലിക്കന്റ് ഒരു സൈഡിലേക്കൊക്കെ മാറിയിട്ടൊക്കെ ആണെങ്കിൽ പോലും ഈ ഒരു മാതൃകയിലുള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ആണ് ഒരാള് അസുഖം ബാധിച്ചാൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ബലത്തിൽ ലീവ് എടുക്കുന്നതിന് വേണ്ടി ഹാജരാക്കേണ്ടത്. Name of doctor. After careful personal examination of the case, hereby certify that name and official address whose signature is given above is suffering from dash, and that I consider that a period of absence from duty of dash days with effect from dash absolutely necessary for the restoration of his or her health. Signature of the medical officer, registration number, part of registration, system of medicine. ഈ പറഞ്ഞ കാര്യങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഇതേ മാതൃകയിലുള്ള ഒരു ഫോം ആയിരിക്കണം ഹാജരാക്കേണ്ടത്. ക്ലിയർ? ഇതേ മാതൃകയിലുള്ള ഫോം എന്ന് പറഞ്ഞാൽ അപ്പൊ അത് മനസ്സിലായില്ലേ സാറേ? ഈ സാധനങ്ങളൊക്കെ അതിൽ ഉണ്ടാവേണ്ടത്. ഇതേ മാതൃക എന്ന് പറഞ്ഞത് ഈ കാണുന്ന പോലെ നല്ല ഈ പറഞ്ഞ സംഗതികളുള്ള ഒരു സർട്ടിഫിക്കറ്റ് ആയിരിക്കണം. ചില ആശുപത്രികളിൽ നിന്ന് അവർക്ക് ഇഷ്ടാനുസരണം എന്താണ് ഈ ഒരു മാതൃകയിൽ അല്ലാത്ത ഒരു സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യാറുണ്ട്. അത് പറ്റില്ല എന്നാണ് പറഞ്ഞത്. നിങ്ങളുടെ കയ്യിൽ ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കിട്ടിയാലും ഈ ഒരു മാതൃകയിലുള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ആണോ നിങ്ങൾക്ക് കിട്ടിയെന്ന് ഉറപ്പാക്കണം എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. ശരി, ഇങ്ങനെ ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉണ്ട് എന്നുള്ളത് കൊണ്ട് ലീവ് ഒരാളുടെ അവകാശമായി മാറില്ല. ഇങ്ങനെ ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഒരാളുടെ കയ്യിലുണ്ട് എന്നുള്ളത് കൊണ്ട് ദ പൊസഷൻ ഓഫ് എ സർട്ടിഫിക്കറ്റ് ആസ് പ്രിസ്ക്രൈബ്ഡ് ഇൻ ദിസ് റൂൾ does not itself confer upon the officers concerned any right to leave. ലീവിന് അവകാശം നേടുന്നില്ല. എന്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉണ്ട്, അതുകൊണ്ട് നാളെ മുതൽ ഞാൻ ലീവാണെന്ന് ഒരാൾക്ക് പറയാൻ കഴിയില്ല എന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ അയാൾക്ക് ലീവ് കൊടുക്കാതിരിക്കാൻ പറ്റുമോ? അതിന്റെ കണ്ടീഷൻസ് തുടർന്ന് പറയുന്നുണ്ട്. ശരി, ആർക്കാണ് മേൽ പറഞ്ഞ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നൽകാൻ അനുവാദം? ആർക്കാണ് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നൽകാൻ അനുവാദം? ഒന്ന്, മെഡിക്കൽ ഓഫീസേഴ്സ് ഓഫ് ഗവൺമെന്റ് നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് അസിസ്റ്റന്റ് സർജൻ. അസിസ്റ്റന്റ് സർജന്റെ റാങ്കിൽ കുറയാത്ത ഒരു ഡോക്ടർക്ക്. പ്രൈവറ്റ് മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ് ഓഫ് മോഡേൺ മെഡിസിൻ MBBS ബിരുദമുള്ള, മോഡേൺ മെഡിസിൻ ബിരുദമുള്ള ഒരു ഡോക്ടർക്ക്.
അതുപോലെ തന്നെ ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ ആയുർവേദ ഫിസിഷ്യൻ, ഹോമിയോപ്പതിക് ഡോക്ടേഴ്സ്, പിന്നെ ആര്, പ്രൈവറ്റ് പ്രാക്ടീഷണേഴ്സ് ഓഫ് ഇൻഡിജിനസ് മെഡിസിൻസ് രജിസ്റ്റേർഡ് ഇൻ ക്ലാസ് എ രജിസ്ട്രേഷൻ. ക്ലാസ് എ രജിസ്ട്രേഷനുള്ള ആയുർവേദ ഡോക്ടർമാർ, അതുപോലെ തന്നെ ക്ലാസ് എ രജിസ്ട്രേഷനുള്ള പ്രൈവറ്റ് ഹോമിയോപ്പതിക് ഡോക്ടേഴ്സ്, ഇവർക്കൊക്കെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നൽകാൻ അനുവാദമുണ്ട്. ഒന്ന്, അസിസ്റ്റന്റ് സർജന്റെ റാങ്കിൽ കുറയാത്ത ഒരു ഡോക്ടർക്ക്, അല്ലെങ്കിൽ പാർട്ട് എ രജിസ്ട്രേഷനുള്ള മോഡേൺ മെഡിസിൻ MBBS ഡോക്ടർമാർ, ഗവൺമെന്റ് ആയുർവേദ ഫിസിഷ്യൻസ്, അതുപോലെ തന്നെ ഗവൺമെന്റ് ഹോമിയോപ്പതിക് ഫിസിഷ്യൻസ്, പിന്നെ അതുപോലെ തന്നെ പ്രൈവറ്റ് പ്രാക്ടീഷണർ ഓഫ് ഇൻഡിജിനസ് മെഡിസിൻ, പ്രൈവറ്റ് ഹോമിയോപ്പതിക് ഡോക്ടേഴ്സ്, ഇവർക്കൊക്കെ ഈ പറഞ്ഞ ഡോക്ടർമാർക്കൊക്കെ എന്തിനധികാരമുണ്ട്? സർട്ടിഫിക്കറ്റ് നൽകാൻ അനുവാദമുണ്ട്. സാറേ, BDS ഡോക്ടർമാർക്ക്, ഡെന്റൽ ഡോക്ടർമാർക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പറ്റുമോ? പറ്റൂല്ലെന്ന് പറ. For the purpose of this rule, റാങ്കിൽ കുറയാത്ത ഡോക്ടർ വേണ്ട. medical certificate issued by the following medical authorities will be accepted എന്നാ പറഞ്ഞത്. എന്താണ് മെഡിക്കൽ സർട്ടിഫിക്കറ്റ്? The medical certificate issued by the following medical authorities will be accepted, provided that the certificate are in accordance with the provision of the above rule. എന്നല്ലേ പറഞ്ഞത്? അപ്പൊ 5 വിഭാഗം ഡോക്ടർമാരെ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ അവിടെ സംബന്ധമായ അസുഖം വരുമ്പോ നമ്മൾ വേറെ ഡോക്ടർക്ക് വാങ്ങേണ്ടി വരും അല്ലേ? അല്ല, അവിടെ മറ്റൊന്ന് ശ്രദ്ധിക്കേണ്ടത്, പ്രൈവറ്റ് മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ് ഓഫ് മോഡേൺ മെഡിസിൻ എന്നാണ് പറഞ്ഞത്. പാർട്ട് എ രജിസ്ട്രേഷനുള്ള ഒരു ഡെന്റൽ സർജന് പാർട്ട് എ രജിസ്ട്രേഷൻ ഉണ്ടോ? അയാൾക്കും സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യാം. അയാൾ മോഡേൺ മെഡിസിനിലെ ഡോക്ടർ അല്ലേ? പ്രൈവറ്റ് മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ് ഓഫ് മോഡേൺ മെഡിസിൻ രജിസ്റ്റേർഡ് ഇൻ പാർട്ട് എ ഓഫ് ദ രജിസ്റ്റർ ഓഫ് ദ മോഡേൺ മെഡിസിൻ. അപ്പൊ അത് തീർച്ചയായിട്ടും നല്ലൊരു ചോദ്യമാണ്. അത് നമുക്കതൊന്ന് ക്ലാരിഫൈ ചെയ്യാം. ആയുർവേദ ഹോമിയോ എടുത്തു പറഞ്ഞുകൊണ്ടാണ് തോന്നുന്നത് അങ്ങനെ ചോദ്യം വന്നത്. എന്താ പറഞ്ഞേ? ആയുർവേദ ഹോമിയോ എടുത്തു പറഞ്ഞത് കൊണ്ടാണ് അങ്ങനെ ചോദ്യം വന്നത്. അതെ, സംശയം വന്ന്. അപ്പൊ അവിടെ എന്റെ അഭിപ്രായത്തിൽ പ്രൈവറ്റ് മെഡിക്കൽ പ്രാക്ടീഷണർ ഓഫ് മോഡേൺ മെഡിസിനില് പാർട്ട് എ രജിസ്ട്രേഷൻ ഇവർക്കും ഡെന്റൽ സർജൻസിനും ഉണ്ട് എന്നാണ് എന്റെ വിശ്വാസം. നമുക്കൊന്ന് ക്ലിയർ ചെയ്യാം. എന്നോട് മറന്നുപോയി, ഞാനൊന്ന് നോട്ട് ചെയ്യട്ടെ. ഓക്കെ, ശരി. മേൽ പറഞ്ഞ ഡോക്ടർമാര് ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ മനസ്സിലുണ്ടാവണം, ഒരാളുടെ കയ്യിൽ ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രം ഒരാൾക്ക് ലീവിനുള്ള റൈറ്റ് വരുന്നില്ല. എന്റെ കയ്യിൽ ഡോക്ടർ എന്നോട് ഒരാഴ്ച ലീവ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നത് കൊണ്ട് മാത്രം അയാൾക്ക് ലീവിന് അർഹത നേടുന്നില്ല. ഏതെങ്കിലും ഒരു ജീവനക്കാരൻ നിങ്ങളുടെ മുമ്പിൽ ഹാജരാക്കിയ ഒരു ലീവിന്റെ അല്ലെങ്കിൽ ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റിന്റെ ജെന്യൂനെസിനെ കുറിച്ച് നിങ്ങൾക്കൊരു സംശയം വന്നാൽ എന്ത് ചെയ്യാം? സെക്യൂർ എ മെഡിക്കൽ
ഒപ്പീനിയൻ ബൈ റിക്വസ്റ്റിംഗ് എ സിവിൽ സർജൻ. ഒരു സിവിൽ സർജനോട് ഒരു സെക്കൻഡ് മെഡിക്കൽ ഒപ്പീനിയൻ നിങ്ങൾക്ക് ആവശ്യപ്പെടാം. നിങ്ങളുടെ സ്കൂളിലെ ഒരു ടീച്ചർ നോർമൽ കേസിൽ ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് തന്ന് ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച ലീവാണെന്ന് പറഞ്ഞാൽ അവരെ ഉപദ്രവിക്കാൻ പോകരുത്. ജെന്യൂൻ ആയിട്ട് നിങ്ങൾക്കറിയാം എന്ത് ശുദ്ധ തരികിടയാണ്. എങ്ങനെ? എങ്ങനെ എങ്ങനെ ശുദ്ധ തരികിടയാണെന്ന്? അടുത്ത 2 ദിവസം സ്കൂൾ സ്പോർട്സ് നടക്കുകയാണ്. കുറച്ച് വെയിലൊക്കെ കൊള്ളേണ്ടി വരും. അതൊക്കെ കണ്ട് മുൻകൂട്ടി എന്താണ്, നിങ്ങൾക്ക് ഉറപ്പായിട്ടും അറിയാം ഇവർക്ക് അസുഖമില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ തീർത്തും ഒട്ടും ന്യായീകരിക്കാൻ പറ്റാത്ത രീതിയിൽ നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഡ്യൂട്ടിയിൽ നിന്ന് ഒഴിഞ്ഞു മാറാനുള്ള ഒരു വിദ്യ എന്നുള്ള രീതിയിൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ നിങ്ങൾക്ക് എന്താ ആവശ്യപ്പെടാം? സെക്യൂർ എ സെക്കൻഡ് മെഡിക്കൽ ഒപ്പീനിയൻ. എന്താ? സെക്യൂർ എ സെക്കൻഡ് മെഡിക്കൽ ഒപ്പീനിയൻ. ആരടുത്തുനിന്ന്? ബൈ റിക്വസ്റ്റിംഗ് എ സിവിൽ സർജൻ. ഒരു സിവിൽ സർജന്റെ അടുത്തിൽ നിന്ന്. അതല്ലെങ്കിൽ ഇദ്ദേഹം കൊണ്ടുവന്നത് ഒരു ആയുർവേദ ഡോക്ടറുടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ ഡിസ്ട്രിക്ട് ഇൻഡിജീനിയസ് മെഡിക്കൽ ഓഫീസർ അടുത്തുനിന്ന്. ഇദ്ദേഹം കൊണ്ടുവന്നത് ഒരു ഹോമിയോ ഡോക്ടറുടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ ചീഫ് മെഡിക്കൽ ഓഫീസർ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോമിയോപ്പതി ഇദ്ദേഹത്തോട് ഒരു സെക്കൻഡ് മെഡിക്കൽ ഒപ്പീനിയൻ ആവശ്യപ്പെടാവുന്നതാണ്. അങ്ങനെ ഒരു സെക്കൻഡ് മെഡിക്കൽ ഒപ്പീനിയൻ വാങ്ങിക്കണമെന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ എന്ത് ചെയ്യണം? It must arrange for a second examination to be made on the earliest possible date. ആദ്യത്തെ മെഡിക്കൽ ഒപ്പീനിയൻ കിട്ടിയ ഉടൻ തന്നെ സെക്കൻഡ് മെഡിക്കൽ ഒപ്പീനിയൻ വാങ്ങിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ഹെഡ് ഓഫ് ദ ഓഫീസ് നടത്തണം. ഈ അടുത്തൊരു സംഭവം ഉണ്ടായി. കോഴിക്കോട് ജില്ലയിലുള്ള ഒരു വിദ്യാലയത്തിലെ ഒരു ടീച്ചർക്ക് കോവിഡ് പിടിപെട്ടു. കോവിഡിന്റെ ആ സീസണൊക്കെ കഴിഞ്ഞ് ഈ അടുത്ത കാലത്ത് കോവിഡ് പിടിപെട്ടു. അവരുടെ പേരിൽ മാനേജറുടെ ഒരു ശിക്ഷണ നടപടിയുമായി ബന്ധപ്പെട്ട് ഒരു എൻക്വയറി ഉണ്ടായിരുന്നു. AEO കണ്ടക്ട് ചെയ്തത്. അത് ഈ കാലയളവിലാണ്. അവർ നോട്ടീസ് കൊടുത്തു, എനിക്ക് കോവിഡ് ബാധിച്ചുകൊണ്ട് എനിക്ക് ഹാജരാവാൻ വയ്യ. ശരി, ഇവര് കോവിഡ് മാറി ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്ന് കൊടുത്തു. അവിടുത്തെ ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് HMന് ബോധോദയം വന്നത്. എന്ത്? സെക്കൻഡ് മെഡിക്കൽ ഒപ്പീനിയൻ വാങ്ങണം. അസുഖം മാറി ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും വാങ്ങി വെച്ചിട്ട് സെക്കൻഡ് മെഡിക്കൽ ഒപ്പീനിയൻ ചോദിക്കുന്നതിന്റെ ഒരു സാങ്കത്യം എന്നതിന് പറയാ. ശരിക്കും സെക്കൻഡ് മെഡിക്കൽ ഒപ്പീനിയൻ എപ്പോഴായിരുന്നു വാങ്ങേണ്ടത്? അവര് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയ ഉടൻ തന്നെയായിരുന്നു സെക്കൻഡ് മെഡിക്കൽ ഒപ്പീനിയൻ വാങ്ങിക്കേണ്ടതിരുന്നത്. അപ്പൊ സെക്കൻഡ് മെഡിക്കൽ ഒപ്പീനിയൻ ആരുടെ കയ്യിൽ നിന്നാണ് വാങ്ങിക്കേണ്ടതെന്ന് നമ്മൾ അറിയണമല്ലോ. അങ്ങനെ വേണ്ടി വന്നാൽ ടീച്ചർ കാണിച്ച മണ്ടത്തരൊന്നും കാണിക്കരുത്. ഒരു സെക്കൻഡ് മെഡിക്കൽ ഒപ്പീനിയൻ വാങ്ങണമെങ്കിൽ എപ്പോ വാങ്ങിക്കണം? ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കുന്നതിന് മുമ്പേ തന്നെ വാങ്ങിക്കണം. അസുഖം മാറിയിട്ട് വേറെ ആരെങ്കിലും പരിശോധിച്ചാൽ കാണുമോ? അസുഖം മാറിയിട്ട് പരിശോധിച്ചാൽ ഇദ്ദേഹത്തിന് പഴയ അസുഖം ഉണ്ടായിരുന്നു കാണുമോ? അറിയില്ല. ഇല്ലല്ലോ. അപ്പൊ സെക്കൻഡ് മെഡിക്കൽ ഒപ്പീനിയൻ വാങ്ങണമെങ്കിൽ അത് അവര് അസുഖം ബാധിച്ചിരിക്കുന്ന സമയത്ത് തന്നെ വാങ്ങിക്കണം. ആരിൽ നിന്ന് വാങ്ങിക്കണം? അത് പ്രധാനമാണ്. മോഡേൺ മെഡിസിനിലുള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ആണ് ഹാജരാക്കിയെങ്കിൽ ഒരു സിവിൽ സർജനോട് ആവശ്യപ്പെടണം. അങ്ങനെ ആവശ്യപ്പെട്ടാൽ ഇദ്ദേഹത്തെ പരിശോധിച്ച് സർട്ടിഫിക്കറ്റ് തരിക എന്നുള്ളത് സിവിൽ സർജന്റെ ഡ്യൂട്ടിയാണ്.
ആയുർവേദ ഡോക്ടറാണ് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൊടുത്തതെങ്കിൽ ഡിസ്ട്രിക്ട് ഇൻഡിജിനിയസ് മെഡിക്കൽ ഓഫീസർ ഗവൺമെന്റ് അദ്ദേഹത്തെ പരിശോധിക്കണം, എന്നിട്ടൊരു സെക്കൻഡ് മെഡിക്കൽ ഒപ്പീനിയൻ നൽകണം. അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോമിയോപ്പതിയുടെ ചീഫ് മെഡിക്കൽ ഓഫീസർ നമ്മളെ റിക്വസ്റ്റ് ചെയ്താൽ അദ്ദേഹത്തെ പരിശോധിക്കണം. ശരി, സിവിൽ സർജന്റെ അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് ഇൻഡിജിനസ് മെഡിക്കൽ ഓഫീസറുടെ അല്ലെങ്കിൽ ചീഫ് മെഡിക്കൽ ഓഫീസറുടെ ഒരു സർട്ടിഫിക്കറ്റിനെ കുറിച്ച് നിങ്ങൾക്ക് വീണ്ടും ഒരു ജെന്യൂൻ ഡൗട്ട് വന്നാൽ ഇദ്ദേഹത്തോട് ഒരു മെഡിക്കൽ ഓഫീസറുടെ മുമ്പാകെ ഒരു മെഡിക്കൽ ബോർഡിന്റെ മുമ്പാകെ ഹാജരായി ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ വേണ്ടി പറയണം. ഇങ്ങനെ the authority competent to sanction leave has a doubt about second medical opinion. സെക്കൻഡ് മെഡിക്കൽ ഒപ്പീനിയനെ കുറിച്ച് വീണ്ടും ഒരു ഡൗട്ട് വന്നാൽ എന്ത് ചെയ്യണം? ഇത് ഒരു മെഡിക്കൽ ബോർഡിന് മുമ്പാകെ ഹാജരാവാൻ വേണ്ടി പരിശോധിപ്പിക്കപ്പെടാൻ ആവശ്യപ്പെടാം. ഇനി അടുത്തത് 118 വളരെ പ്രധാനമാണ്. 118 തീർച്ചയായിട്ടും വളരെ പ്രധാനപ്പെട്ട ഒരു റൂളാണ്. എന്താ സംഭവം എന്നറിയോ? നിങ്ങൾക്ക് നിങ്ങളുടെ സ്കൂളിലെ ഒരു അധ്യാപകന്റെ ഫിറ്റ്നസിനെ കുറിച്ച് ഒരു ജെന്യൂൻ ഡൗട്ട് വന്നാൽ, പക്ഷെ സെക്കൻഡ് മെഡിക്കൽ ഒപ്പീനിയൻ പറഞ്ഞ എന്താ ഉദ്ദേശിക്കുന്നത്? എനിക്ക് വ്യക്തമായില്ല. അതായത് നിങ്ങളുടെ അടുത്തൊരു ഞാൻ നിങ്ങളുടെ സ്കൂളിലെ ഒരു അധ്യാപകനാണ്. ഞാനൊരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്നു. ഞാനൊരു 2 ആഴ്ചത്തേക്ക് ലീവാണ് എന്നുള്ളൊരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്നു. ശരി, അങ്ങനെ കൊണ്ടുവന്നു. നിങ്ങൾക്ക് തോന്നുകയാണ് ഇത് ഈ അടുത്ത ദിവസങ്ങളിലായി സ്കൂളിൽ പല പരിപാടികളുണ്ട്, അതിൽ നിന്ന് മാറി നിൽക്കാനുള്ള ഒരു അടവാണ്, ജെന്യൂൻ അല്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അദ്ദേഹത്തോട് ഒരു സിവിൽ സർജന്റെ മുമ്പേ ഹാജരായി നിങ്ങളുടെ രോഗാവസ്ഥ ഒരിക്കൽ കൂടി പരിശോധിച്ച് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൊണ്ടുവരാൻ ആവശ്യപ്പെടാം. That is the second medical opinion. അപ്പൊ ആദ്യം കൊണ്ടുവന്ന മെഡിക്കൽ സർട്ടിഫിക്കറ്റ് സാറേ ഈ പറഞ്ഞ പ്രകാരം തന്നെ സർജന്റെ റാങ്കിലുള്ള മെഡിക്കൽ ഓഫീസർ കൊടുത്തത് തന്നെ ആണെങ്കിലും നമുക്ക് മറ്റൊരാളോട് പരിശോധിക്കാൻ ആവശ്യപ്പെടാം. പറയാം അല്ലെ? മറ്റൊരാളോട് പരിശോധിക്കാൻ ആവശ്യപ്പെടാം. ഇനി അവരും പരിശോധിച്ചിട്ട് ശരിയാണെന്ന് പറഞ്ഞു, എന്നിട്ട് നിങ്ങൾക്ക് ഈ സംശയം തീരുന്നില്ല, ഒരു മെഡിക്കൽ ബോർഡിന്റെ മുമ്പാകെ റെഫർ ചെയ്യാം. ഇങ്ങനെയൊക്കെ ചെയ്യാതെ മനസ്സിലാക്കി വെക്കാന്നല്ലാണ്ട് നാളെ ആരെങ്കിലും ഒന്ന് കൊണ്ടുവന്നാൽ അപ്പൊ തന്നെ അതിന്റെ പിന്നാലെ ഒന്നും പോയേക്കരുത്. നമ്മൾ അങ്ങനെയൊക്കെ പറഞ്ഞാൽ അത് പ്രശ്നമായി മാറില്ലേ? അല്ല, അതേ പറഞ്ഞത്, ഇത് എല്ലാ സമയത്തും വെച്ച് ഉപയോഗിക്കാനുള്ളതല്ല. ഇത് വളരെ അപൂർവമായി ചിലപ്പോൾ ഉപയോഗിക്കേണ്ടുന്ന ഒന്നാണിത്. എന്നാൽ നമ്മുടെ ആളുകൾക്കൊന്നും ഈ ഇരിക്കുന്ന സാധനത്തിന് ഒന്നും അറിയില്ല, ഇതിന്റെ അടുത്ത് എന്ത് നടന്നാലും എന്ത് ചെയ്താലും ഒരു കുഴപ്പമില്ല എന്ന് തോന്നുകയും ചെയ്യരുത്. അത്രേ ഉള്ളൂ. നമുക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയാം. പിന്നെ ഒന്നും ചെയ്യാത്ത എന്താണ്? തൽക്കാലം ഇതൊക്കെ നടന്നു പോകട്ടെ എന്ന് കരുതിക്കൊണ്ടാണ് എന്നുള്ള ഒരു സന്ദേശം കൂടി കൊടുക്കണം. നമുക്കിതറിയാം. ഒറ്റ സെക്കൻഡ്. കമ്പ്യൂട്ടർ ലീവ് എടുക്കാച്ച ഒന്നും നോക്കേണ്ട ആവശ്യമില്ലല്ലോ അല്ലെ? അവര് എന്ത് ലീവാണല്ല, എപ്പോഴാണെങ്കിലും കമ്പ്യൂട്ടർ ലീവ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ.
ഞാൻ വീട് മാറാൻ വേണ്ടിയിട്ട് പോകുന്ന പിന്നെ വളരെ സാധ്യത കുറവാണ്. അന്നേരം അറേഞ്ച് ചെയ്താലെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിളിച്ചോന്നാൽ പിന്നെ പെർമിഷൻ ആർക്കും കൂടിക്കാം. അത് താഴും കൂടും അതിനൊക്കെ കളിക്കും. പാലക്കാട് വെക്കണം. പാലക്കാട് വെക്കണം. റെഡിക്കാം. അതായത് മാഷെടുപ്പിക്കുന്നത് രാത്രി 11 ശരി. അപ്പൊ എന്താ സംഭവം എന്നറിയോ? സാറേ ഈ- ഒരു ഡൗട്ട്. അപ്പൊ ഈ സെക്കൻഡ് ഒപ്പീനിയൻ നമ്മള് ഈ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ടീച്ചറോട് തന്നെയാണ് ആവശ്യപ്പെടേണ്ടത്, അതോ ഈ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹയർ അതോറിറ്റിയോടാണ്? നോക്കൂ, ഒന്ന് പിന്നെ നിങ്ങൾ സെക്കൻഡ് മെഡിക്കൽ ഒപ്പീനിയൻ വാങ്ങണം എന്ന് റൂൾ 118 പ്രകാരം നിങ്ങളുടെ പിന്നെ മെഡിക്കൽ സർട്ടിഫിക്കറ്റിന്റെ ജെന്യൂനെസിനെ കുറിച്ച് എനിക്ക് സംശയമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഒരു സെക്കൻഡ് മെഡിക്കൽ ഒപ്പീനിയൻ വാങ്ങി വരേണ്ടതാണ് എന്ന് പറഞ്ഞ് ലെറ്റർ കൊടുക്കണം. അതോടൊപ്പം അയാളുടെ കയ്യിൽ എന്തും കൂടെ കൊടുത്തു വിടണം. ഇദ്ദേഹം ഇങ്ങനെ ഈ സ്കൂൾ അധ്യാപകനാണ്, ഇദ്ദേഹം ഇങ്ങനെ ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിട്ടുണ്ട്, അതിന്റെ ജെന്യൂനെസിനെ കുറിച്ച് എനിക്ക് റിയലി ഡൗട്ടുണ്ട്. KSRലെ പാർട്ട് ഫസ്റ്റിലെ റൂൾ 118 പ്രകാരം സിവിൽ സർജന്റെ റാങ്കിൽ കുറയാത്ത ഒരു ഡോക്ടർ അത് പരിശോധിച്ച് സർട്ടിഫൈ ചെയ്യണമെന്ന് വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. അത് പ്രകാരം ഇദ്ദേഹത്തെ പരിശോധിച്ച് ഈ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ജെന്യൂനെസ് ഉറപ്പാക്കി തരണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ലെറ്റർ ആർക്കും കൊടുക്കണം. സിവിൽ സർജന്റെ റാങ്കിൽ കുറയാത്ത ഒരു ഡോക്ടർക്കും ഇദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുത്തു വിടണം. ഇത് വെച്ച് അദ്ദേഹം പരിശോധിക്കും. എന്നിട്ട് ഇതിന്റെ ജെന്യൂനെസ് അയാൾ പ്രഖ്യാപിക്കും. ദാറ്റ് ഈസ് ദ പ്രോസസ്. ഇനി അടുത്ത വിഷയം എന്താണെന്നറിയോ? ഇതിന്റെ ഓപ്പോസിറ്റ് ആണ്. നിങ്ങളുടെ സ്കൂളിലെ ഒരു അധ്യാപകന്റെ ഫിറ്റ്നസിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു സംശയം. ഇദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ കണ്ടിട്ട് എന്താണ് ഇപ്പോഴത്തെ പിള്ളേർ പറയുന്നില്ല, കിളി പോയി എന്ന്. എന്നാ തോന്നുന്നതെന്ന് അല്ലേ? അല്ലെ, കിളി കൂട്ടത്തോടെ പറന്നുപോയി എന്ന് തോന്നുന്ന ചില അധ്യാപകരെങ്കിലും നമ്മുടെ സ്ഥാപനങ്ങളിൽ ഉണ്ടാവും ഇല്ലേ? പറയൂ, ഉണ്ടോ ഇല്ലേ? അങ്ങനെയുള്ള കക്ഷികളുണ്ട്. ചില സ്ഥലങ്ങളിലൊക്കെ ഹെഡ്മാഷന്മാർ ചെയ്യുന്നൊരു കഥ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോവും. തലക്ക് നല്ല ഭ്രാന്ത. അങ്ങനെയുള്ളതിനെ രാവിലെ സ്കൂൾ കൊണ്ടുവന്ന് ഇരുത്തും. 5000 6000 കൊടുത്തിട്ട് മറ്റൊരാളെ വെച്ച് പഠിപ്പിക്കും. നാട്ടിൽ നടക്കുന്നുണ്ടോ ഇല്ലേ? ഉണ്ട്. എന്തായാലും ഈ ഗ്രൂപ്പിലുള്ള ഒരു വിദ്യാലയത്തിലും അത്തരത്തിലുള്ള സംഭവം ഉണ്ടാവാൻ പാടില്ല.
കഴിഞ്ഞ ബാച്ചിലുള്ള ഒരു ടീച്ചർ ഒരു സംഗതി പറഞ്ഞിരുന്നു. നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ തന്നെ ഒരു വിദ്യാലയത്തില് ഇവർ ട്രാൻസ്ഫറായി വരുമ്പോൾ അവിടെയുള്ള മീനിയൽ 3 വർഷക്കാലമായി ആ സ്കൂൾ വരുന്നില്ല. അയാൾ ചികിത്സയിലാണ്. എല്ലാ മാസവും കൃത്യമായിട്ട് ഇദ്ദേഹത്തിന് ശമ്പളം വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. അദ്ദേഹം അവിടുന്ന് ട്രാൻസ്ഫറായി പുതിയ ആള് വന്നു. ഇവിടെ ആ നാട്ടിലുള്ള എല്ലാവർക്കും വേണ്ടപ്പെട്ട കക്ഷിയാണ് ഈ പ്യൂണ് യു പി സ്കൂളിലെ. അപ്പം ഇവർ ചെന്നു, ഇവർ നമ്മുടെ ക്ലാസ്സിലുള്ള കക്ഷിയാണ്. ചെന്ന് ജോയിൻ ചെയ്തതിന്റെ പിറ്റേന്ന് തന്നെ എനിക്ക് വിളി വന്നു, സാർ എന്താ ചെയ്യേണ്ടത്? AEO നിർബന്ധിക്കുന്നു, PTA പ്രസിഡന്റ് നിർമ്മിക്കുന്നു, രാഷ്ട്രീയക്കാർ നിർബന്ധിക്കുന്നു. എല്ലാവരും ഇതുവരെയും ഇവർക്കൊക്കെ ഇതിങ്ങനെ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുന്നെങ്കിൽ നിങ്ങൾക്ക് എന്താണ് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റാത്തത്? അതാണ് ചോദ്യം. ഇതുവരെ എല്ലാവരും ഇത്രയും വർഷമായിട്ട് ഇവർക്ക് വാങ്ങിച്ചു കൊടുക്കുന്നത് ജെന്യൂൻ ആയിട്ടുള്ള ഒരു സംഭവമല്ലേ, അതുകൊണ്ട് ഇങ്ങനെ ചെയ്യണ്ടേ എന്നുള്ളതാണ് ചോദ്യം, ഇവരുടെ ചോദ്യം. ഈവൻ AEO ഉൾപ്പെടെ ടീച്ചർ ഉറച്ചു നിന്നു, പറ്റില്ല, വാങ്ങിച്ചു കൊടുക്കാൻ പറ്റില്ല, പറ്റില്ല എന്ന് പറഞ്ഞു. മാത്രമല്ല ഇവര് ഈ വിവരം DDക്കും DPIക്കും റിപ്പോർട്ട് ചെയ്തു. പക്ഷേ അധികം വൈകാതെ അവരവിടുന്ന് പറപ്പിച്ചു. അവര് ഏതാണ്ട് വീട്ടിനടുത്ത് വന്നതായിരുന്നു. അവിടുന്ന് ഏതാണ്ട് 30 കിലോമീറ്റർ അപ്പുറത്തേക്ക് ഇവരെ തട്ടി, അധികം വൈകാതെ തന്നെ. അതാണ് നാട്ടിലെ അവസ്ഥ. അപ്പൊ എന്തായാലും ഇങ്ങനെ ഒരാളുടെ ഫിറ്റ്നസിനെ കുറിച്ച്, മെന്റൽ ഓർ ഫിസിക്കൽ ഫിറ്റ്നസിനെ കുറിച്ച് നമുക്കൊരു ജെന്യൂൻ ഡൗട്ട് വന്നാൽ എന്ത് ചെയ്യാം? ഒരു സിംഗിൾ മാൻ മെഡിക്കൽ ബോർഡിന്റെ മുമ്പാകെ അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡിംഗ് മെഡിക്കൽ ബോർഡിന്റെ മുമ്പാകെ ഹാജരായി ഒരു എക്സ്പേർട്ട് മെഡിക്കൽ ഒപ്പീനിയൻ വാങ്ങി വരാൻ വേണ്ടി ആവശ്യപ്പെടാവുന്നതാണ്. അല്ലാതെ അസുഖം ബാധിച്ച ആളുകളെയൊക്കെ സ്കൂളിൽ ഇരുത്തി പകരം മറ്റൊരാളെ കൊണ്ട് ക്ലാസ് എടുപ്പിച്ച് നമ്മുടെ പെൻഷനും അരിയും മുടക്കാൻ ആരും തയ്യാറാവരുത്. ഞാൻ പറഞ്ഞതിനെ കുറിച്ച് അഭിപ്രായ വ്യത്യാസം ഉണ്ടോ? എന്റെ സ്കൂളിലൊക്കെ നടന്നിരുന്നു. ഞാൻ ചെന്നിട്ടത് പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പോ വേറൊരു പ്രശ്നം, എന്റെ സ്കൂളിൽ ഒരു ഫ്രഷ് PSC SS-ന്റെ ജോയിൻ ചെയ്തിട്ടുണ്ട്. സ്കൂള് ക്രിസ്മസ് ഹോളിഡേസിന് സ്കൂൾ അടയ്ക്കണ ദിവസം പുള്ളി ഡിസ്ക് കംപ്ലൈന്റ് ആയിട്ട് പുള്ളിക്ക് പറ്റില്ല. അപ്പൊ ഇവിടെ വന്ന് ജോയിൻ ചെയ്ത സമയത്ത് SLC-കാരുടെ SS-ന്റെ പോർഷൻ തീർന്നിട്ടില്ല. അപ്പൊ ഒരു ശനിയാഴ്ച, വർക്കിംഗ് ഡേ ആയിരുന്ന ശനിയാഴ്ച, പുള്ളി ഒരു ടീച്ചറെ കൊണ്ടുവന്നിട്ട് ആ ഒരൊറ്റ ദിവസം 10ാം ക്ലാസ്സിൽ ക്ലാസ് എടുപ്പിച്ചു. അങ്ങനെ ഒരു സംഭവം ഒരു നിവൃത്തിയില്ലാഞ്ഞിട്ട്, ഒറ്റൊരു നിവൃത്തിയില്ലാത്തത് കൊണ്ട്. പിന്നെ അയാൾക്ക് എന്താണ്, അയാൾക്ക് അസുഖമാണെങ്കിൽ അയാൾ എന്ത് ചെയ്യണം? അയാൾ ലീവ് എടുത്തോണം. അയാൾക്ക് അസുഖമാണെങ്കിൽ അയാൾ ലീവ് എടുത്തോണം. ഇനി ഹെഡ് മാസ്റ്റർക്ക് വേണമെങ്കിൽ പകരം അന്നത്തെ ദിവസത്തേക്ക് ഒരു സംവിധാനം ഉണ്ടാക്കി ഒരാളെ കൊണ്ട് ക്ലാസ് എടുപ്പിക്കുന്നതിന് ദോഷമൊന്നുമില്ല. പക്ഷെ എന്താവണം? കൺസേൺഡ് ടീച്ചർ ലീവിലാവണം. അതല്ലാതെ ഇയാൾ ഇവിടെ വന്നിരിക്കുകയും മറ്റൊരാളെ കൊണ്ട് ക്ലാസ് എടുപ്പിക്കുകയും അൺഫിറ്റായ വ്യക്തി ഓഫീസ് റൂമിൽ ഇരുന്ന് ഒപ്പുപട്ടികയിൽ ഒപ്പുവെക്കുകയും ചെയ്യുന്ന സംവിധാനം ഉണ്ടാവാൻ പാടില്ല. പകുതി ശരിയാണ്. പകരം അന്നത്തെ ഒരവസ്ഥയ്ക്ക് പകരം ഒരാളെ അവിടെ വർക്ക് ചെയ്യാൻ വേണ്ടി സംവിധാനം ഒരുക്കിയത് നിയമപ്രകാരം ശരിയാണ്. കാരണം വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരം 10ാം ക്ലാസ്സിന് ബാധകമല്ലെങ്കിൽ പോലും 9ഉം 10ഉം ബാധകമല്ലെങ്കിൽ പോലും എല്ലാ ദിവസവും കുട്ടികൾക്ക് അധ്യാപകരുടെ സാന്നിധ്യം ഉറപ്പാക്കേണ്ടത് ഗവൺമെന്റിന്റെയും അതുപോലെ തന്നെ പഞ്ചായത്തിന്റെയും സ്കൂൾ അധികൃതരുടെയും ചുമതലയാണ്. അത് പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം? അവിടെ പിടിച്ചു വെക്കാം. പക്ഷേ അസുഖം ബാധിച്ച
ടീച്ചർ സ്കൂൾ വന്ന് പഠിപ്പിക്കാതെ ഒപ്പിട്ട് മറ്റൊരാളെ കൊണ്ട് പഠിപ്പിക്കുന്നത്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ പെൻഷനും നമ്മുടെ ആനുകൂല്യങ്ങളും മുടങ്ങാൻ സ്വാഭാവികമായിട്ടും കാരണമാവും. കാരണം എന്ന് നമ്മുടെ അലൈൻമെന്റ് തെറ്റു എന്ന് പറയാൻ പറ്റില്ല. അതാണ് പ്രശ്നം. ഇതൊക്കെ ചിലപ്പം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കും. ഒരു ദിവസം നിങ്ങൾ ഏതെങ്കിലും ഒരു ടീച്ചറോട് വൈകിയത് ചോദിച്ചാൽ മതി, അവര് ചിലപ്പം ഊമക്കത്തയക്കും, വിജിലൻസിന് അയക്കും, സൂപ്പർ ചെക്കസെല്ലിന് അയക്കും, DPIക്ക് അയക്കും, ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ വിജിലൻസ് വിങ്ങിന് അയക്കും. അങ്ങനെ പലർക്കും അയക്കും. പല സ്ഥലങ്ങളിലും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. നിങ്ങൾ ഓർമ്മിക്കണം, പല വിദ്യാലയങ്ങളും സൂപ്പർ ചെക്കസെൽ ഓഫീസർ വരുന്നത് അതാത് സ്കൂളിൽ നിന്ന്, ആരാണ് അൺമ്യൂട്ടായി നിൽക്കുന്നത്, അതാത് സ്കൂളിൽ നിന്ന് പോകുന്ന ലെറ്ററാണ്. എന്തിന്? ഒരു ദിവസം ഒപ്പിട്ടോട്ടെ, വരാതെ ഒപ്പിട്ടോട്ടെ എന്ന് ചോദിച്ചതിന്. 1 മണിക്കൂർ നേരത്തെ സ്കൂളിൽ നിന്ന് പോകാൻ അനുവദിക്കാത്തതിന്. ഇതിനൊക്കെയാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് പാടില്ല. ഉറപ്പിച്ച് പറഞ്ഞേക്കുക. ആദ്യത്തെ 1-2 ദിവസം മാത്രമേ പ്രയാസം ഉണ്ടാവൂ. 1-2 ആൾക്കാരോട് പറ്റില്ല എന്ന് നിങ്ങൾ ഉറപ്പിച്ചു പറഞ്ഞാൽ, പറ്റില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞാൽ ഒരു സംശയം വേണ്ട. അവര് സ്റ്റാഫ് റൂം പറയും, അയ്യോ ഇത് പഴയ ടീച്ചറൊന്നല്ല, ഇപ്പൊ ആകെ മാറിപ്പോയിട്ടുണ്ട്, ഒരു അഭ്യാസവും അവരെടുത്ത് നടക്കില്ല, അതുകൊണ്ട് ഇനി നമ്മളാരും ഒരു ആനുകൂല്യത്തിനും ചോദിച്ചാൽ അവര് സമ്മതിക്കില്ല. അതുകൊണ്ട് നേരത്തെ പോവാൻ പെർമിഷൻ കൊടുക്കുക ഓപ്ഷൻ ഇല്ലേ? നമ്മള് ഇല്ല. ലേറ്റ് ആയിട്ട് വരാനോ? ലേറ്റ് ആയിട്ട് വരാം. 1 മണിക്കൂർ വരെ ലേറ്റ് ആയിട്ട് വരാം. ലേറ്റ് ആയിട്ട് വന്നാൽ ലേറ്റ് മാർക്ക് രേഖപ്പെടുത്തണം. അല്ലാതെ നിങ്ങൾക്ക് പെർമിഷൻ കൊടുക്കലല്ല, അയാൾ സ്വമേധയാ ലേറ്റ് ആയി വരുന്നതാണ്. രജിസ്റ്ററിൽ ടൈം വെച്ചിട്ട് ഒപ്പിടണം. 1 മണിക്കൂർ വരെ ലേറ്റ് ആയാൽ ലേറ്റ് മാർക്ക് ചെയ്യണം. 1 മണിക്കൂർ വരെ ലേറ്റ് ആയാൽ ലേറ്റ് മാർക്ക് ചെയ്യണം. ലേറ്റ് എന്ന് അവരുടെ അന്നത്തെ ദിവസം എഴുതി വെക്കണം. എന്നിട്ട് ഒപ്പ് പട്ടികയുടെ അവസാനത്തെ കോളത്തിൽ എത്ര ലേറ്റ് എന്നുള്ളൊരു ചോദ്യമുണ്ട്. 1 ലേറ്റ്. അത് അടുത്ത മാസത്തെ ക്യാരി ഓവർ ചെയ്യണം. ആ മാസവും 1 ലേറ്റ്. ഇപ്പൊ 2 ലേറ്റ് ക്യാരി ഓവർ ചെയ്തു, അടുത്ത മാസം ഇല്ല, അടുത്ത മാസം വീണ്ടും ലേറ്റ്. 3 ലേറ്റ് ആയാൽ ഇദ്ദേഹത്തിന്റെ ലേറ്റ് ഇത് മാത്രം രേഖപ്പെടുത്തിയാൽ മതി. അയാൾ എന്ത് ചെയ്യണം? അയാളോട് അന്നത്തെ സമയം വെച്ച് ഒപ്പിടാനും വേണ്ടി പറയണം. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ FTMനെ വെച്ചു, അവരുടെ ജോലിക്ക് വേറെ ആളെ വെക്കുകയാണെങ്കിലോ, മാനേജറെ, അത് അലൗഡ് ആണോ? അലൗഡ് അല്ല. അതെങ്ങനെയാ? പല സ്കൂളിലുള്ള പ്രശ്നമാണ്. എന്താ സംഭവം എന്ന് പറഞ്ഞാൽ, മാനേജർ മോനെയായിരിക്കും എന്ത് ചെയ്യുന്നത്, പ്യൂണായി വെക്കുന്നത്. അല്ലെങ്കിൽ ഹൈസ്കൂൾ ആണെങ്കിൽ FTM ആയി വെക്കുന്നത് മാനേജർമാരനാണ്. അവൻ വേറെ ആളെ കൊണ്ടുവന്നിട്ടായിരിക്കും പരിപാടികളൊക്കെ നടത്തുന്നത്. അത് നല്ല ഉഷാറായിട്ട് നടക്കും. നിയമപ്രകടനം പാടില്ലാത്തതാണ്. അടിച്ചു വരാൻ പറ്റാത്തവനാണെങ്കിൽ ഈ ജോലിക്ക് വരണ്ട, അവൻ വേറെ മാനേജർ പണി വേറെ എടുത്തോളൂ. സാർ, ഉച്ചയ്ക്ക് ന്യൂൺ ബ്രേക്കിന്റെ ടൈമില് ടീച്ചേഴ്സിന് പുറത്തു പൊക്കോടെ? ആ 1 hour ഒക്കെ പോകുന്ന ടീച്ചേഴ്സ് ഉണ്ട്. 1 hourന് അനുവാദമില്ല, 45 മിനിറ്റിനെ അനുവാദമുള്ളൂ. ഓക്കെ ഓക്കെ. സാറ്, ഈ സ്കൂളില് കറക്റ്റ് സമയത്ത് വരും, പക്ഷെ കറക്റ്റ് സമയത്ത് ക്ലാസ്സിൽ പോവില്ല. അതിലെന്തെങ്കിലും പരിഹാരമുണ്ടോ? അങ്ങനെ പോകാത്തവനെ എന്താണ്, പിള്ളേരെ അടുത്തുനിന്നോ അല്ലെങ്കിൽ രക്ഷിതാക്കളുടെ അടുത്തുനിന്നോ ഒരു പരാതി എഴുതി വാങ്ങിക്കുക, ഒരു നോട്ടീസും കൊടുക്കുകയും ചെയ്യാം. അപ്പൊ തീരും. അതിന്റെ അപ്പുറത്തേക്ക് പോകാതെ നോക്കുക. മിക്കവാറും പോകേണ്ടി വരില്ല, അതോടെ തീരും. എന്താന്ന് പറഞ്ഞാൽ ഉച്ചക്കത്തെ ഗ്യാപ്പിൽ എത്ര മിനിറ്റാ പുറത്തു പോകാൻ പറ്റുക? 45. സാറേ, ഒരു സംശയം. എന്റെ സ്കൂളിലെ FTM അവർക്ക് ജോലി ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതായത് കഴുത്തിന് തേയ്മാനായതുകൊണ്ട് അവരെ ആഴ്ചയിൽ 2 വട്ടം ആളെ വെച്ചിട്ടാണ് അടിച്ചുവാരും തുടക്കവും ഒക്കെ ചെയ്യുന്നത്. അങ്ങനെ പറ്റുമോ? അവരെന്നെ പൈസ കൊടുക്കുന്നു, അവരെ ശമ്പളത്തിൽ നിന്ന് അവരെന്നെ പൈസ കൊടുക്കുന്നു. അത് പറ്റില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. നിയമപ്രകാരം പറ്റില്ല. പറ്റില്ല. ഓക്കെ.
നിയമപ്രകാരം പറ്റില്ല. എനിക്ക് അത്ര എന്നോട് ചോദിച്ചാൽ പറയുക പറ്റൂ. നാളെ അതിന്റെ പേരിൽ ആരെങ്കിലും വന്ന് ചോദിച്ചിട്ട് സാറല്ലേ പറഞ്ഞത് അതുകൊണ്ട് എന്നെ രക്ഷപ്പെടുത്തു എന്ന് പറഞ്ഞാൽ എനിക്ക് രക്ഷപ്പെടുത്താൻ കഴിയില്ല. നിയമപ്രകാരം പറ്റില്ല അല്ലെ? ശരിക്കും നിയമപ്രകാരം പറ്റില്ല. അടിവരയിട്ട് പറയുന്നു, നിയമപ്രകാരം പറ്റില്ല. കാരണം എന്താ പറഞ്ഞാൽ അയാള് അസുഖം ബാധിച്ച ആളാണെങ്കിൽ അയാൾക്ക് ലീവ് അനുവദിച്ചിട്ടുണ്ട്, ലീവ് എടുത്തോളൂ. സാർ ഒരു മൂവ്മെന്റ് രജിസ്റ്ററുമായി ബന്ധപ്പെട്ട് ഇപ്പൊ ചോദിക്കരുത്, ഞാൻ പറയും നോക്കൂ. അപ്പൊ നമ്മൾ പറഞ്ഞെന്തായിരുന്നു? റൂൾ 118A പ്രകാരം ഒരു ജീവനക്കാരന് എന്താണ്, ഒരു ജീവനക്കാരന്റെ ഫിറ്റ്നസിനെ കുറിച്ച് നിങ്ങൾക്കൊരു ജെന്യൂൻ ഡൗട്ട് വന്നാൽ, ഒരു ജീവനക്കാരന്റെ ഫിറ്റ്നസിനെ കുറിച്ച് ഒരു ജെന്യൂൻ ഡൗട്ട് വന്നാൽ പറഞ്ഞോ. സെക്കൻഡ് ഒപ്പീനിയൻ അല്ല, ഒരു സിംഗിൾ മാൻ മെഡിക്കൽ ബോർഡിന്റെ മുമ്പാകെ അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡിംഗ് മെഡിക്കൽ ബോർഡിന്റെ മുമ്പാകെ ഹാജരായി നിങ്ങൾ ഒരു ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ വേണ്ടി അയാളോട് ആവശ്യപ്പെടാം. എനിക്ക് നിങ്ങളുടെ ഫിറ്റ്നസിനെ കുറിച്ച് ഡൗട്ട് ഉണ്ട്, അതുകൊണ്ട് എന്ത് വേണം? നിങ്ങൾ ഒരു സിംഗിൾ മാൻ മെഡിക്കൽ ബോർഡിന്റെ മുമ്പാകെ അല്ലെങ്കിൽ സ്റ്റാൻഡിംഗ് മെഡിക്കൽ ബോർഡിന്റെ മുമ്പാകെ ഹാജരായി ഫിറ്റ്നസ് വാങ്ങി വരാൻ വേണ്ടി പറയണം. ശരി, അവര് പരിശോധിച്ചു, ഇയാൾ അൺഫിറ്റ് ആണ് ടീച്ചറായി ജോലി ചെയ്യാൻ എന്ന് സർട്ടിഫിക്കറ്റ് നൽകിയാൽ അയാൾ ലീവ് അപേക്ഷ തന്നാലും ശരി തന്നില്ലെങ്കിലും ശരി, സർട്ടിഫിക്കറ്റിന്റെ ഡേറ്റ് മുതൽ ഇദ്ദേഹം ലീവിൽ പ്രവേശിച്ചതായി കണക്കാക്കും. ഇദ്ദേഹത്തിന്റെ ഏൺ ലീവ് ഉണ്ടെങ്കിൽ ഏൺ ലീവ് അനുവദിക്കണം, കമ്മ്യൂട്ടർ ലീവ് ആണുള്ളെങ്കിൽ കമ്മ്യൂട്ടർ ലീവ് അനുവദിക്കണം, ഹാഫ് പേ ലീവ് ആണുള്ളത് ഹാഫ് പേ ലീവ് അനുവദിക്കണം. ഇനി ഇതൊന്നും ഇല്ലെങ്കിൽ LWM അനുവദിക്കണം. ഒരു സംശയം, വെയിറ്റ്. ഇനി 5 വർഷത്തിനുള്ളിൽ ഇദ്ദേഹം ഫിറ്റ് ആണെന്ന് ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കുന്നില്ല എങ്കിൽ 5 വർഷം പൂർത്തിയാവുന്ന അന്ന് ഇദ്ദേഹം ഇൻവാലിഡ് പെൻഷനിൽ പിരിഞ്ഞതായി കണക്കാക്കും. അത്ര കറക്റ്റാണ്. ഇങ്ങനെ ഒരാളുടെ ഫിറ്റ്നസിനെ കുറിച്ച് നമുക്കൊരു ജെന്യൂൻ ഡൗട്ട് വന്നാൽ അദ്ദേഹത്തോട് ഒരു ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ വേണ്ടി നമുക്ക് ആവശ്യപ്പെടാം. അങ്ങനെ ആവശ്യപ്പെട്ടാലോ, അങ്ങനെ പിന്നെ എന്താ പറയാ, അങ്ങനെ നിങ്ങളൊരു ലെറ്റർ അദ്ദേഹത്തിന് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെന്ത് പറ്റില്ല? ആ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കാതെ പിന്നെ അവന് സ്കൂൾ വരാൻ പറ്റില്ല. ഇനി ഫിറ്റ്നസ് അല്ല കിട്ടുന്നത്, ഡോക്ടർ പരിശോധിച്ചപ്പം എന്താണ്, നിങ്ങൾ രോഗിയാണ്, നിങ്ങൾക്ക് സ്കൂൾ പോയി പഠിപ്പിക്കാനുള്ള ആരോഗ്യമില്ല, അല്ലെങ്കിൽ ആ ഒരു മാനസിക അവസ്ഥയിലല്ല നിങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സർട്ടിഫിക്കറ്റിന്റെ ഡേറ്റ് മുതൽ ഇദ്ദേഹം ലീവിൽ പ്രവേശിച്ചതായി കണക്കാക്കും. ഇദ്ദേഹത്തിന്റെ ലീവ് അപേക്ഷ പോലും വേണ്ട. അഞ്ചു വർഷത്തിനുള്ളിൽ ഒരു ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കുന്ന അന്ന് ഇദ്ദേഹത്തിന് തിരികെ ജോലിയിൽ പ്രവേശിക്കാം. 5 വർഷമായിട്ടും ഒരു ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കുന്നില്ല എങ്കിൽ 5 വർഷം പൂർത്തിയാവുന്ന അന്ന് ഇദ്ദേഹം ഇൻവാലിഡ് പെൻഷനിൽ പിരിഞ്ഞതായി കണക്കാക്കും. ഇനി കഴിയുന്നതും ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാർ ഹാജരാക്കുന്ന മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അത് എന്താണ്, കോമ്പിറ്റന്റ് അതോറിറ്റി ഒരു പരിധി വരെ സ്വീകരിക്കുന്നതായിരിക്കും നന്നാവുക. ഇൻ സപ്പോർട്ട് ഓഫ് ആൻ ആപ്ലിക്കേഷൻ ഫോർ ലീവ് ഓർ ആൻ എക്സ്റ്റൻഷൻ ഓഫ് ലീവ് ഓൺ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഫ്രം ആൻ ഓഫീസർ ഓഫ് ദ ലാസ്റ്റ് ഗ്രേഡ്, അതോറിറ്റി കോമ്പിറ്റന്റ് ടു ഗ്രാന്റ് ദ ലീവ് മേ ബി ആക്സെപ്റ്റ് സച്ച് സർട്ടിഫിക്കറ്റ് ആസ് ഇറ്റ് മേ ഡീം സഫിഷ്യന്റ്. ഇതൊരു സഫിഷ്യന്റ് ആണ് എന്ന് കരുതി ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സർട്ടിഫിക്കറ്റ് ഒരു സെക്കൻഡ് മെഡിക്കൽ ഒപ്പീനിയനോ അല്ലെങ്കിൽ വീണ്ടുമുള്ള ഒരു മെഡിക്കൽ ഒപ്പീനിയനോ അയക്കാതിരിക്കലാണ് അഭികാമ്യം. ഓക്കെ, അപ്പോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ലീവുമായി ബന്ധപ്പെട്ട് പൊതുവായി മനസ്സിലാക്കാനുള്ളത്.
ലീവുമായി ബന്ധപ്പെട്ട് നമ്മൾ പൊതുവായി ഒരു ഹെഡ് മാസ്റ്റർ മനസ്സിലാക്കേണ്ട ഒരു മാക്സിമം കാര്യം ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ പറഞ്ഞു തന്നു. സാറ് ഇനി നമുക്ക് ഓരോ ലീവിനെ കുറിച്ചും വിശദമായി പഠിക്കണം. നമ്മുടെ ലീവ് എന്ന് പറഞ്ഞാൽ ഏൺ ലീവ് ഉണ്ട്, ഹാഫ് പേ ലീവ് ഉണ്ട്, കമ്മ്യൂട്ടർ ലീവ് ഉണ്ട്, ലീവ് നോട്ട് ഡ്യൂ പറയുന്നില്ല, LWA ഉണ്ട്, വിവിധ തരം LWA. മെറ്റേണിറ്റി ലീവ് ഉണ്ട്, പെറ്റേണിറ്റി ലീവ് ഉണ്ട്, ചൈൽഡ് അഡോപ്ഷൻ ലീവ് ഉണ്ട്, ഹോസ്പിറ്റൽ ലീവ് ഉണ്ട്, സ്പെഷ്യൽ ഡിസാബിലിറ്റി ലീവ് ഉണ്ട്. 10 തരം ലീവിനെ കുറിച്ച് വിശദമായി പഠിക്കണം. വിശദമായി പഠിക്കാന്ന് പറഞ്ഞാൽ അതിന്റെ നിയമങ്ങൾ അറിയണം. അങ്ങനെ ഒരു അപേക്ഷ എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് അറിയണം. അതുപോലെ ആ അപേക്ഷ കിട്ടിക്കഴിഞ്ഞാൽ എന്തൊക്കെ നടപടിക്രമങ്ങളാണ് പാലിക്കേണ്ടതെന്ന് അറിയണം. നമ്മൾ സാങ്ഷൻ ചെയ്യേണ്ട ലീവ് ആണെങ്കിൽ അതെങ്ങനെ സാങ്ഷൻ ചെയ്യണമെന്ന് അറിയണം. അതിന്റെ ലീവ് അക്കൗണ്ട് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് അറിയണം. അതുമായി ബന്ധപ്പെട്ട റെക്കോർഡുകൾ ഏതൊക്കെ പൂർത്തിയാക്കണം എന്നറിയണം. ഈ ഒരു പ്രോസസ്സിലൂടെയാണ് ഓരോ ലീവിനെ കുറിച്ച് നമ്മൾ പഠിച്ചു പോകേണ്ടത്. അതിനുശേഷം കാഷ്വൽ ലീവ്. അപ്പൊ ഇങ്ങനെ പഠിക്കുന്ന കാര്യം അത് നമ്മൾ അതിൻ്റെ ഒരു മാക്സിമത്തിൽ എത്തിക്കാൻ നമ്മൾ ശ്രമിക്കണം. അതോടൊപ്പം നിങ്ങളടുത്തുള്ള വിവരങ്ങളും എനിക്ക് നൽകുകയും ചെയ്യണം. ഒരുപാട് കാര്യങ്ങൾ എന്നേക്കാൾ കൂടുതൽ ചിലപ്പോൾ നിങ്ങൾക്ക് പലർക്കും പലതിനെ കുറിച്ചും അറിയാം. അപ്പം അത് കൊടുത്തും വാങ്ങിയും വേണം മുന്നോട്ട് പോകാൻ. അപ്പം നാളത്തെ ക്ലാസ് മുതൽ നമ്മൾ ഓരോ ലീവിനെ കുറിച്ചും, ദാറ്റ് മീൻസ് ഏൺ ലീവിനെ കുറിച്ചാണ് നമ്മൾ ആദ്യം പഠിച്ചു തുടങ്ങുന്നത്. അപ്പം ഏൺ ലീവിനെ കുറിച്ചുള്ള ക്ലാസ് ആണ് നാളെ 2 ദിവസം വേണ്ടി വരും, മിക്കവാറും 2 or 3 ദിവസം വേണ്ടി വരും ഏൺ ലീവിനെ കുറിച്ച് നമുക്ക് വിശദമായി പഠിക്കണമെങ്കിൽ. 119 ഒന്നുകൂടി പറയൂ. ഇത്രയേ ഉള്ളൂ. ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം അവര് ലീവ് അപേക്ഷ മെഡിക്കൽ സർട്ടിഫിക്കറ്റിന്റെ ബലത്തിൽ ഒരു ലീവിന് അപേക്ഷിച്ചാൽ ഒരു സെക്കൻഡ് മെഡിക്കൽ ഒപ്പീനിയൻ ഒന്നും വാങ്ങിക്കാതെ കഴിയുന്നതും അത് വിശ്വാസത്തിലെടുത്ത് ലീവ് സാങ്ഷൻ ചെയ്ത് കൊടുക്കണം എന്നാണ്